മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ ജനവാസ മേഖലയിലിറങ്ങിയ പുലിയെ ഇനിയും കണ്ടെത്താനായില്ല. നിയമസഭയിൽ പുലിവേഷം കെട്ടിയെത്തി MLAയുടെ പ്രതിഷേധം. പുലിയെ പിടികൂടാതെ ആടുകളെ കാട്ടിലേക്ക് അയച്ചതുകൊണ്ട് പ്രശ്നം തീരില്ലെന്നാണ് MLA ശരത് സേനാവാനെ പറഞ്ഞത്. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് അവിടെ MLA നടത്തുന്നത്. ഈ കടുവയെ പിടികൂടാതെ ആടുകളെ ഇങ്ങനെ കാട്ടിലേക്ക് അയച്ചതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല, അതിനാഹാരമായി മാറുകയുള്ളൂ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ MLAയുടെ പ്രതിഷേധം എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, സമീപകാലത്ത് മഹാരാഷ്ട്രയിൽ പുള്ളിപ്പുലികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും അത്തരം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രതിഷേധിച്ച MLAയുടെ നാട്ടിൽ പോലും ജുന്നാറിൽ മാത്രം കഴിഞ്ഞ 3 മാസത്തിനിടെ 55 പേരുടെ ജീവനാണ് പുലിയുടെ ആക്രമണത്തിൽ നഷ്ടമായത്. അതുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം സംസ്ഥാനമാകെ ഉണ്ട്. സംസ്ഥാന ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോടക്കം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പുലികളെ എങ്ങനെ നേരിടാം എന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഗണേഷ് നായിക്ക് സംസ്ഥാനത്തെ വനം മന്ത്രിയാണ് പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചത്. പുലികളെ നേരിടാൻ വേണ്ടി, പുലികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വേണ്ടി കാട്ടിലേക്ക് ആടുകളെ അയച്ച് അതിന് ഭക്ഷണമായി മാറുന്ന തരത്തിൽ ഒരു പദ്ധതി ഈ സംസ്ഥാന സർക്കാർ ആലോചിക്കാതെ നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്നലെ ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ MLA ആണ് പുലിവേഷം കെട്ടിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തിയത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആടുകളെ വിട്ടതുകൊണ്ടോ പുലിക്ക് ഭക്ഷണം കാട്ടിൽ എത്തിച്ചത് കൊണ്ടോ ഒന്നും തന്നെ ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ പുലികളെയൊക്കെ പിടികൂടുകയോ അല്ലെങ്കിൽ പരമാവധി എണ്ണത്തിനെ കൊന്നുകളയുകയോ ചെയ്യണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. സംസ്ഥാന സർക്കാർ പലവിധ മാർഗങ്ങൾ ഇതോടൊപ്പം തന്നെ ആലോചിക്കുന്നുണ്ട്. അതിലൊന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പുലി നാട്ടിലിറങ്ങുമ്പോൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനം, പുലികളെ പിടികൂടാൻ വേണ്ടി കൂടുകൾ സ്ഥാപിക്കുന്നത് അത് വ്യാപകമാക്കണം എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്, വനംവകുപ്പ് എടുത്തിട്ടുണ്ട്. 1200 കൂടുകളെങ്കിലും പെട്ടെന്ന് തന്നെ പലയിടങ്ങളിലെ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. മാത്രമല്ല ആഫ്രിക്കയിലേക്ക് ഈ പുലികളെ പിടികൂടി അയക്കുന്നതടക്കമുള്ള പദ്ധതികൾ മനസ്സിലുണ്ട് എന്നതാണ് വനം മന്ത്രി അറിയിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് വലിയൊരു പ്രശ്നമായി ഈ പുലി പ്രശ്നം മാറുന്നുണ്ട്. അത് നേരിടാനുള്ള പലവിധ മാർഗങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ദിലീപ് കുമാർ, മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. നിയമസഭയിൽ പുലിവേഷം കെട്ടി MLA ശരത് സേനാവാനെ എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.